ഉത്തർപ്രദേശിൽ ബിജെപിയെ തറപറ്റിക്കാൻ പുതിയ നീക്കവുമായി പ്രതിപക്ഷ പാർട്ടികൾ. കോൺഗ്രസിനെ മുന്നണിയിൽ കൊണ്ടുവന്ന മഹാസഖ്യം വിപുലപ്പെടുത്താനാണ് നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് എസ്പിയും ബിഎസ്പിയും കോൺഗ്രസിന് മുന്നിൽ പുതിയ ഓഫർ മുന്നോട്ട് വെച്ചുവെന്നാണ് അറിയുന്നത്. നേരത്തെ കോൺഗ്രസ് സഖ്യത്തിലില്ലെന്ന ബിഎസ്പി നേതാവ് മായാവതിയും സഖ്യത്തിലുണ്ടെന്നും എന്നാൽ 2 സീറ്റ് മാത്രമാണ് നൽകാനാവൂ എന്ന് എസ്പി നേതാവ് അഖിലേഷ് യാദവും വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് കോൺഗ്രസ് വിവിധ ചെറു രാഷ്ട്രീയ പാർട്ടികളെയും പ്രബല സമുദായ നേതാക്കളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി 80 സീറ്റിലും മത്സരിക്കാൻ തീരുമാനിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ രംഗപ്രവേശം കാര്യങ്ങൾ മാറ്റിമറിച്ചു. മുന്നാക്ക ഒബിസി മുസ്ലിം വോട്ടുകൾ നിശ്ചിത ശതമാനം കോൺഗ്രസിന് ലഭിക്കുമെന്ന് ഉറപ്പായി. ഇത് ബിജെപിയെ മാത്രമല്ല തങ്ങളെയും ബാധിക്കുമെന്ന് എസ്പി ബിഎസ്പി സഖ്യത്തിന് മനസ്സിലായി. പുതിയ സംഭവ വികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയെയും ബിജെപിയും ഉത്തർപ്രദേശിൽ നേരിടണമെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലുണ്ടാവണമെന്ന ബോധ്യം മഹാസഖ്യത്തിനുണ്ടായി. അണിയറയിൽ ചർച്ചകൾ നടക്കുകയാണെന്നാണ് അറിയുന്നത്. 20 സീറ്റാണ് കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അമേഠി റായ്ബറേലിയും കൂടാതെ 9 സീറ്റ് കൂടി അധികം നൽകാമെന്നാണ് ഇപ്പോൾ മഹാസഖ്യത്തിന്റെ വാഗ്ദാനം. എന്നാൽ മൊത്തം 15 സീറ്റെങ്കിലും കിട്ടണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം.